ഹായ്, ഇന്ന് നമ്മുടെ കൂടെ സോഫ്റ്റ്വെയറിന്റെ ക്ലാസ് എടുക്കുന്ന ലിബിൻ സർ ഉണ്ട്. സാറിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഹലോ. ഓക്കെ സർ, എവിടുന്നായിരുന്നു വരുന്നത്? എൻ്റെ സ്ഥലം കൊടുങ്ങല്ലൂരാണ്, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ. ഓക്കെ, ഈ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലോട്ട് വരാനുള്ള അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഫീൽഡിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 10-12 വർഷത്തോളമായി ഈ മേഖലയിൽ. ഇതിനോടുള്ളൊരു പാഷൻ അല്ലെങ്കിൽ മൊബൈലിനോടുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നോളജിനോടും ഒക്കെ ഉള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്താണ് സത്യത്തിൽ ഇതിലേക്ക് വന്നത്. ഓക്കെ, നമ്മുടെ പുതിയ തലമുറയോട് അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അധികം ആളുകൾ പെട്ടെന്ന് കടന്നു വരാത്ത ഒരു മേഖലയാണ്. എന്നാലോ കുറച്ചുകൂടി നല്ലൊരു കമ്പ്യൂട്ടറും നമുക്ക് അതുമായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ചൊരു നോളജ് ഉണ്ടെങ്കിൽ, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടുള്ളൊരു വരുമാനം കണ്ടെത്താനും പറ്റിയ നല്ലൊരു ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഏതൊരാൾക്കും പഠിക്കാം എന്നുള്ളതാണോ? തീർച്ചയായിട്ടും, അതിൽ സംശയമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ആകെ ഇതിൽ ബേസിക്കലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള നോളജാണ്. കമ്പ്യൂട്ടർ എന്താണെന്ന് നമ്മൾ ഒരു മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അപ്പോൾ ഇതിൻ്റെ ഡ്രൈവറുകൾ, ഈ ഫോൺ എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം, എങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യാം, ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് നമുക്ക് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ സത്യത്തിൽ ഈ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് ബേസിക്കലി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഫ്റ്റ്വെയർ. ഈ ഒരു ഫീൽഡ് പാഷനേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ സാറിന് എത്രത്തോളം ആണ് ഒരു സാറ്റിസ്ഫിക്കേഷൻ, ഒരു വർക്കിംഗ്? അങ്ങനെ ചോദിച്ചാൽ 100% എനിക്കൊരിക്കലും ഈ ഒരു ഫീൽഡിൽ മടുപ്പ് തോന്നിയിട്ടില്ല. ഇതിനോടൊരു പ്രത്യേകതരം ഒരു ക്രേസായിരുന്നു, അല്ലെങ്കിൽ ഒരു പാഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യ കാലഘട്ടത്തൊക്കെ ഞാൻ ഈ ഒരു മേഖലയിൽ വരുന്ന സമയത്തൊക്കെ പഴയ UB അങ്ങനെയുള്ള ഓരോ സോഫ്റ്റ്വെയർ ടൂളുകളാണ് പണ്ട്, UFS, നോക്കിയയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ പഴയ ടൂളുകളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഓരോ ഡോങ്കിളുകളായിട്ടും പുതിയ സോഫ്റ്റ്വെയറുകളും ബോക്സുകളൊക്കെ നമ്മൾ വാങ്ങി കുറച്ച് കാലം അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇതിനോടൊരു പാഷൻ നമുക്ക് കൂടി വരിക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഡോങ്കിൾസും ടൂളുകളും ഇന്നിപ്പോൾ കൂടുതലായിട്ട് മാർക്കറ്റിൽ വരുന്നത് ഓൺലൈൻ ടൂൾസാണ്. ചില ലോഗിൻ ജസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടുള്ള ലോഗിൻ ചെയ്യുന്ന ടൂളുകളാണ്. മുൻപ് അങ്ങനെയായിരുന്നില്ല. മുൻപ് അതിന് പകരം ബോക്സുകളായിട്ടാണ് ഇറങ്ങിയിരുന്നത്. ഒരുപാട് ബോക്സുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വോൾക്കാനോ, പിന്നെ Z3X അന്നും ഇന്നൊക്കെ ഉണ്ട്. അതേപോലെ SPT, അങ്ങനെ ഒരുപാട് ബോക്സുകളായിട്ടാണ് നമുക്കൊരു ഹാർഡ്വെയർ ബോക്സുകളായിട്ടാണ് നമുക്കത് അവൈലബിൾ ആയിരുന്നത്. പിന്നീട് ഒരുപാട് ടൂളുകൾ മാർക്കറ്റിൽ വന്നു, കുറേ ടൂളുകൾ പോയി, കുറേ ടൂൾ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തിപ്പോയി. ഇപ്പോൾ വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരുപാട് സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റുകൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ടൂളുകൾ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇറങ്ങുന്ന പുതിയ സോഫ്റ്റ്വെയറിൻ്റെ പുതിയ നല്ല ടൂളുകൾ ഏതാണെന്ന് അന്വേഷിക്കുക, അത് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുക, അതിൻ്റെ ഇൻ്റർഫേസ് പഠിക്കുക, അതിലെന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്, മറ്റു ടൂളുകളെ അപേക്ഷിച്ചിട്ട് ഇതിലെന്താണ് വന്നത്, അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഇന്നും ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഫീൽഡ് എനിക്കൊരു മടുപ്പ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 12 വർഷം അല്ലെങ്കിൽ ഒരു 2011 സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ. അപ്പോൾ ഏകദേശം ഒരു 13-14 വർഷത്തോളമായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ടൂളുകൾ ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. ഇപ്പോഴും പുതിയതായിട്ടുള്ള എന്തെങ്കിലും അറിയണം. അപ്പോൾ പുതിയ ടൂളുകൾ വരുമ്പോൾ അതൊക്കെ മാർക്കറ്റിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തിട്ട് ചെയ്യാറുണ്ട്. പൈസ കൊടുച്ചാലത് കൂടുതലും പെയ്ഡാണെങ്കിൽ പെയ്ഡായിട്ടുള്ളത് വാങ്ങി അതിനിടയ്ക്ക് ഓരോ ഫോണുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ചെറിയ ഫോണുകളായിരിക്കാം, എല്ലാ ടൂളിലും നടക്കുന്നതായിരിക്കും. എന്നാൽ പോലും ആ ഒരു ടൂളിൽ നടക്കുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് പ്രവർത്തന രീതികൾ വരുന്നത്, അതൊക്കെ പഠിക്കാൻ വളരെ ഒരു ഇൻട്രസ്റ്റ് ഇന്നും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് പാഷനേറ്റ് ആണ് ഈ ഒരു അപ്ഡേഷൻ, എങ്ങനെയൊക്കെയാണ് പുതിയ കാര്യങ്ങൾ വരുന്നതെന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ടീച്ചിങ് എന്നുള്ള ലെവലിൽ സോഫ്റ്റ്വെയർ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ടീച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, കുറേ സംശയങ്ങൾ നമ്മളെടുത്ത് ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ ടീച്ചിങ്ങും ശരിക്കും എൻ്റെ ഒരു പ്രൊഫഷൻ ടീച്ചിങ് ആണ് സത്യത്തിൽ. ഞാൻ
പഠിച്ചത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്കൂളിൽ അധ്യാപകനായിട്ടാണ് ജോലി ചെയ്യേണ്ടിയിരുന്നത്. ഞാനൊരു 3 വർഷത്തോളം ഒരു ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഈ മേഖല തിരഞ്ഞെടുത്തത്. അപ്പോൾ എനിക്ക് ഓൾറെഡി അന്നും അതിന് മുൻപും ടീച്ചിങ്ങിൽ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഓൾറെഡി ചില വൺ ഡേ ക്ലാസ്സുകൾ, അതേപോലെ അപ്ഡേഷൻ കോഴ്സുകൾ, അങ്ങനെയുള്ള മീറ്റപ്പുകൾ, അതിലൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, പോയിട്ടുണ്ട്, ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. അതും ഇഷ്ടമാണ്. കുട്ടികളോടും അല്ലെങ്കിൽ ആളുകളോട് ഇൻ്റർഫേസ് ചെയ്യുക, സംസാരിക്കുക, അതൊക്കെ ഒരു താല്പര്യമുള്ള വിഷയം തന്നെയാണ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ ഇതുപോലെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ മിനിമം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഒരു ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കെല്ലാവരും ഇപ്പോൾ അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ സംബന്ധിച്ചിട്ട് 2005, 2006 ശരിക്കും മൊബൈൽ ഫോണിൻ്റെ കടന്നുവരവ് ഉണ്ടായിട്ടുള്ളത്. 2010 ശേഷമൊക്കെയാണ് സ്മാർട്ട് ഫോൺ വന്നു തുടങ്ങിയത്. സത്യത്തിൽ നമ്മളെ മൊബൈൽ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന നമ്മളുടെ ഒരു ചാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഒരു സ്പൈ ആണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ ഏത് ഫോണാണെങ്കിലും, ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഏത് ഫോണാണെങ്കിലും അതിനകത്തും ഭൂരിഭാഗം ആപ്ലിക്കേഷൻസുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. നമ്മളുടെ ഗാലറിയുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ഫയൽസിൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ക്യാമറയുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും നമുക്ക് എന്താ പറയുക, ലൊക്കേഷൻ വരെ നമ്മൾ ആക്സസ് കൊടുത്താൽ മാത്രമേ ആ ആപ്ലിക്കേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഓൾറെഡി നമ്മളെ മൈക്ക്, നമ്മളുടെ ഫോണിലെ മൈക്ക് ഇത് ഓൾറെഡി അത് ഓരോ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് നിങ്ങളിത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആപ്പിളിൻ്റെ സിരി ഓൾറെഡി ഉപഭോക്താക്കളുടെ സംസാരം പിടിച്ചെടുക്കുകയും ഡാറ്റ കളക്ട് ചെയ്യുകയും അത് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്തു. അത് ഓൾറെഡി നമ്മളുടെ എല്ലാവരുടെയും ഫോണിലുണ്ട്. നമ്മളൊരു ഫോൺ ഒരു സൈഡിൽ വെച്ചിരുന്നാലും നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിലായിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ കൂടെ ആയിക്കോട്ടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം അവർ ക്യാച്ച് ചെയ്തിട്ട് ഇതൊക്കെ സെയിൽസ് ടീമിന് അല്ലെങ്കിൽ നമ്മളെ ഡാറ്റാബേസ് ഇവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പൊതു ലാഭം അങ്ങനെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ എല്ലാ വിവരങ്ങളും ചോർന്നു പോകുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും, മൊബൈൽ ഉപയോഗിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷനിലും നമ്മളുടെ എല്ലാ വിവരങ്ങളും അവർ ചോർത്തുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താണ് എന്നൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, പഠിക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പോൾ പുതിയ തലമുറയിൽ നിർബന്ധമായിട്ടും ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിർബന്ധമാണെന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും. സാർ, ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഡൗട്ട്സുകളൊക്കെ വരുമല്ലോ, നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, അപ്പോൾ അവർക്ക് ഡൗട്ട്സുകളൊക്കെ വരും. ആ സമയത്ത് സാറിന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ലേ? തീർച്ചയായിട്ടും അത് പറ്റണം, അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ മേഖലയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ 2010 അപ്പോൾ ആ സമയത്തൊന്നും നമ്മളെ ഇന്നത്തെ അത്രയും സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള സംഭവം നമുക്കന്ന് കിട്ടാനില്ല. അപ്പോൾ ഓൾറെഡി നമ്മളന്നിപ്പോൾ ഒരു യൂട്യൂബ് തന്നെ, അല്ലെങ്കിൽ യൂട്യൂബ് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് അന്ന് ഇതേപോലെ ആളുകൾ അതിനകത്ത് സൊല്യൂഷൻസോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്കത് കിട്ടണമെന്നില്ല. ഞാൻ ആദ്യം ഈ ഒരു സോഫ്റ്റ്വെയർ ബോക്സ് എടുക്കുന്ന സമയത്ത് അതെനിക്കൊരാളും പറഞ്ഞു തരാൻ പോലും ഉണ്ടായിട്ടില്ല. ഞാനത് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചിരുന്നു, എനിക്കിതൊന്ന് പഠിപ്പിച്ച് തരുമോ. കാരണം ഞാൻ എൻ്റെ പാഷനായിരുന്നത്. അപ്പോൾ എൻ്റെ മേഖല വിട്ടിട്ട് ഞാൻ എൻ്റെ പാഷനിലേക്ക് മാറിയ സമയത്ത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്കൊരു കുട്ടി ഉണ്ടായ സമയമാണ്. അപ്പോൾ ഞാനത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു ടൈമായിരുന്നു. ഫൈനാൻഷ്യലി ഞാൻ മെൻ്റലിയും സ്ട്രഗിൾ ചെയ്യുന്നൊരു ടൈമാണ്. ഇതെൻ്റെ പാഷനാണ്, ഇതെനിക്ക് വിടാൻ പറ്റില്ല, പക്ഷേ ജീവിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബോക്സൊക്കെ എടുത്തു ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ലിബിനെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കത് പഠിക്കണം എന്ന് തന്നെയായി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പേര് ഹാരിസ് എന്നാണ്, ഹിമാലയയിലുള്ളത്. അദ്ദേഹമാണ് എനിക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു ബേസ് എനിക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അതിൽ ചിലവ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എൻ്റെ ടൈം ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ആ സോഫ്റ്റ്വെയറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സോഫ്റ്റ്വെയറിൻ്റെ ബോക്സിൻ്റെ ഇൻ്റർഫേസുകളിലാണ് ഞാൻ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്താണ് അന്ന് തുടങ്ങി ഞാൻ പഠിച്ചത്. അപ്പോൾ അന്ന് ആ ഇൻ്റർഫേസ് പരിചയപ്പെടലും പഠിക്കലും ആണ് പിന്നീടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഈ ഒരു കാലഘട്ടം മുഴുവനും അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഞാൻ എൻ്റെ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇൻ കേസ് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുമെന്ന് ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് ഞാനൊന്ന് പഠിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് പറയും. പക്ഷെ അത് മനസ്സിൽ നിന്ന് പോകില്ല. അത് ആ ഇൻ്റർഫേസിൽ എന്തായാലും ഞാൻ വീണ്ടും ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും അത് തന്നെ ചെയ്യാൻ പറ്റും, എനിക്ക് 100% വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ അന്ന് ഈ സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷോപ്പിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിലും നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിലൊക്കെ ആ ഒരു ഫോൺ റിപ്പയർ ചെയ്ത് റെഡിയായി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് റെഡിയാക്കി കൊടുത്ത് അതിൻ്റെ പൈസ കിട്ടിയാൽ മാത്രമേ നമുക്കന്ന് നമ്മളെ കാര്യങ്ങൾ നടന്നു പോകുകയുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണും എടുത്ത് വീട്ടിലേക്ക് വരും. ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, ലാപ്ടോപ്പ് എടുക്കും. പഴയ റിലയൻസിൻ്റെ നെറ്റ്സെറ്റർ ഉണ്ടായിരുന്നു, ചെറിയൊരു റീചാർജൊക്കെ ചെയ്തിട്ട്. അന്ന് ഈ പറയുന്ന മാതിരി 3G 4G ഒന്നുമില്ല. പക്ഷേ നമ്മളെന്താക്കുന്നത്, രാത്രിയായിരിക്കും കൂടുതൽ സമയം പിന്നെ സ്പീഡ് കിട്ടുക. അപ്പോൾ നേരം വെളുക്കുന്നവരെ 5 മണി 6 മണി വരെയൊക്കെ ഇരിക്കും ചില ദിവസങ്ങളിൽ. അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അത് കസ്റ്റമർക്ക് കൊടുത്താലേ നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുപ്പിന് വരെയൊക്കെ ഇരുന്ന് നമ്മളത് റിസർച്ച് ചെയ്തിട്ടും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പല സൊല്യൂഷനും അന്ന് കണ്ടെത്തിയിരുന്നത്. നിലവിൽ നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമാണ് കിട്ടുക. ഒരു 20% ഒക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. പിന്നെ സോഫ്റ്റ്വെയർ നമുക്കത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ കോഴ്സോ ഒക്കെയാണ് നിലവിൽ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ അല്ലെങ്കിൽ ഒരു സമയം, അവരുടെ സമയം നോക്കിയിട്ടൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഡെയിലി ഓൺലൈനായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ അവർക്ക് ഷോപ്പിൽ പോയിട്ട് അത് പ്രാക്ടിക്കലായിട്ട് അവർക്ക് ചെയ്തു നോക്കാനുള്ള സൗകര്യം അവർക്ക് തന്നെ ഉണ്ടാവും. അവർക്ക് ആവശ്യത്തിന് സമയം അതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ രാവിലെ എടുത്തു കൊടുക്കുന്ന അല്ലെങ്കിൽ വൈകിട്ട് എടുത്തു കൊടുക്കുന്ന ക്ലാസ്സുകൾക്ക് അവർക്ക് പിറ്റേ ദിവസം ഷോപ്പിൽ പോയിട്ട് അത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്തായാലും കസ്റ്റമർ വരുമല്ലോ. ഓൾറെഡി ആ കസ്റ്റമർ വരുന്ന വർക്കുകൾ അവർക്ക് ചെയ്ത് നോക്കാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അവർക്ക് അത് നോട്ട് ചെയ്ത് വെക്കുകയും അടുത്ത ക്ലാസ്സിൽ അവർക്കത് ചോദിക്കുകയും നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ എന്താ പറയുക, നമുക്ക് പ്രാക്ടിക്കലും തിയറിയും ഒരുമിച്ച് നമുക്കിതിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ അത് പഠിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അത് മാത്രമല്ല, അവർക്ക് ജോലി ചെയ്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ തന്നെ സ്വന്തം ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാനും ഇത് പഠിക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ലിബിൻ സാറാണ് ഇത്രയും നേരം നമ്മുടെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർ വിബിക്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക.